അല്ല ഡോക്ടർ പറഞ്ഞത് എനിക്ക് വിശ്വാസമായി. പക്ഷെ എന്തായാലും ഒന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ എനിക്കതൊരു ബോധ്യമാവുള്ളൂ. കാരണം ഒരുപാടായി ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ഇനി ഇതിന്റെ പുറകെയുള്ള സമയവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്ന്. എന്തായാലും വീടെത്തിയല്ലോ, നമുക്ക് കാണാം. ഇതേ വീടല്ലേ? ആ അതെ, അവരുടെ ഉണ്ടാവൂലല്ലേ? ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ അതെ അല്ലേ. ഇതാണ് ആള്. വാ വാ കേറിയിരിക്കെ. നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാലോ? ആയിക്കോട്ടെ. എന്നാ ഇപ്പോൾ 10-17 വർഷമായി എനിക്ക് ഇങ്ങനെ ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ. അപ്പോൾ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു, പിന്നെ ഒരുപാട് പൈസ ചിലവാക്കി. ഒരു 17 വർഷം ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ അലോപ്പതിയും ആയുർവേദ ഹോമിയോ ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള മരുന്നുകളും കാണിച്ചു. പൈസ ഒരുപാട് പോയി എന്നുള്ള ഒരു സങ്കടാവസ്ഥയിലാണ് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ വട്ടമട്ടായിട്ട് പോകുന്ന ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ വട്ടമട്ടായി പുഴുക്കുത്ത് പോലെ ഇങ്ങനെ വട്ടമട്ടായി പോകുന്ന ഒരു ഇതാണ് ഉണ്ടായത്. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇത് പിന്നീടുള്ള ചോദ്യങ്ങൾ കുറഞ്ഞു വന്നു. അതായത് എനിക്ക് ഓൾറെഡി പുഴുക്കത്തിൻ്റെ ഒരു മുടി കൊഴിച്ചിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ഉള്ളത് ഒരുവിധം എൻ്റെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്കെല്ലാം അറിയാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ്. പിന്നെ അതുപോലെ പൊടിപ്പ്, ഭയങ്കരമായിട്ടുള്ള പൊടിപ്പാണ്. ജസ്റ്റ് താരൻ മുടി ഇങ്ങനെ ജസ്റ്റ് ആ താരനൊപ്പം തന്നെ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നെ ഇത് നമ്മുടെ ഈ താടിയിലും താടിയിലും മീശയിലും ഇങ്ങനെയെല്ലാം വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ തന്നെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്ന വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ മോനെ എല്ലാ സ്ഥലത്തും കാണിച്ചു, ഇനി എവിടെയും കാണിക്കാൻ ബാക്കിയില്ല. അതിൻ്റെ ശേഷമാണ് ഈ മരുന്ന് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൽ നല്ല മാറ്റങ്ങളുണ്ട്, അതിൽ സന്തോഷമുണ്ട്, മുടി വരുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അമ്മ തന്നെ ഇപ്പോൾ എനിക്കിപ്പം ഞാൻ തന്നെ മരുന്ന് തടിയിട്ട് കൊടുക്കുന്നു. രാവിലെയും രാത്രിയും എല്ലാം ഞാൻ തന്നെ തടി കൊടുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെയും പ്രശ്നം ബ്രോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുടി ഇങ്ങനെ വട്ടം പോയി താരം വന്ന് അങ്ങനെ എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഈ ഒരു ഭാഗം മൊത്തം കഷണ്ടിയായിട്ടാണ് ഉണ്ടായത്. പിന്നീട് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇത് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അതെ ശരി തന്നെ. അതെ, ഇതേ അവസ്ഥയിലേക്ക് എൻ്റെയും വരുംകാലത്ത് പോകുന്ന ഒരു ഇതിലേക്ക് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ചെയ്തു, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ആ ഒരു രീതി തുടരുന്ന സമയത്താണ് നമ്മൾ പിന്നെ ഈ വിജയ മാസ്റ്റർ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയും, പിന്നെ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയും. നമ്മളവിടെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്തു. എന്നുവെച്ചാൽ ഒരുപാട് മാറ്റം ശരീരത്തിന് തന്നെ നമുക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ജീവിതശൈലി തന്നെ മാറി. ഉറക്കം, അതുപോലെ കൃത്യസമയത്തിലെ രാത്രിയിലെ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് കുറച്ചു, അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ശാരീരികമായിട്ട് നമുക്ക് വന്നു. അതുപോലെ നല്ല ഉറക്കം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ എല്ലാം കൊണ്ട് ഏറ്റവും ഒരു ചിട്ട വന്നു. അതുപോലെ നല്ലൊരു ഒരു മൊത്തത്തിലൊരു മാറ്റം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു കിട്ടാത്തൊരു ഭയങ്കര സന്തോഷം നമുക്ക് ഈ ട്രീറ്റ്മെന്റിലൂടെ കിട്ടി. അല്ല, അപ്പം മുടിയിൽ തന്നെ ഒരുപാട് നല്ല മാറ്റമുണ്ട്. ഇപ്പം അങ്ങനെ തോന്നൂല, മുടി കുറവുള്ള ഒരാളാണെന്നേ തോന്നുന്നില്ല. അതെ. അപ്പോൾ 1-2 പാച്ച് കൂടെ ബാക്കിയുണ്ട്. അത് നമ്മളത് ക്ലിയർ ചെയ്ത് പോകും. അതായത് 10-17 വർഷത്തിൻ്റെ ഒരു പഴക്കമുണ്ടല്ലോ. നമ്മളന്നേരം അതിന് കണക്കായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും സമയം കൊടുക്കണം എന്നുള്ളത്. ക്ഷമയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതുപോലെ അമ്മ സഹായിക്കുന്നതുകൊണ്ടും നമുക്ക് ആ മരുന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. ഈ ചികിത്സാ രീതിയിൽ നമ്മൾ ഏറ്റവും 100% സക്സസ്, ഒരു സന്തോഷം, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം. തീർച്ചയായിട്ടും. ഷിജുവിന് ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ അലോപേഷ്യ ഏരിയറ്റയുടെ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് വേർഷനാണ്. പിന്നെ മൂപ്പർക്ക് അലോപേഷ്യയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളത്, ഡാൻഡ്രഫ് നല്ല പോലെ ഉണ്ടായിരുന്നു. അത് കൊഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു കുന്നുപോലെ മുടിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൽ നന്നായിട്ട് ഡിഫറൻസ് വരുത്തി. അവരുടെ ഫുഡ്, അപ്പോൾ അതുപോലെ അവരുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മാറി, അവരുടെ ബോഡിയിൽ കുറച്ച് ഇഷ്യൂസുള്ള അതും മാറി. പിന്നീടാണ് അലോപേഷ്യയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള കുറച്ച് മരുന്നുകളെ കൊടുത്തുള്ളൂ. ഈ ബോഡിയുടെ ഇഷ്യൂസ് മാറിയതിന് ശേഷമാണ് കൂടുതലായിട്ടുള്ള അലോപേഷ്യ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മരുന്ന് കൊടുത്തത്. ഇവർക്ക് ഡെയിലി ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ വരുത്തിയപ്പോഴത്തന്നെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ തന്നെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഷിജുവിൻ്റെ ഈ പ്രശ്നത്തിന് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്
നിശാഗന്ധി ഹെയർ ഓയിലും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഓയിലും ആൻറ്റി ഡാൻഡ്രഫ് ഓയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വട്ടത്തിൽ മുടി പോകുന്ന അലോപേഷ്യ എന്ന് പറഞ്ഞ കണ്ടീഷന് നമ്മൾ ഒരു ഓയിൻമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ പ്രശ്നത്തിന് വൈറ്റമിൻ ഡിയുടെ ഒരു കുറവുണ്ടായിരുന്നു, അതിനുള്ള ക്യാപ്സ്യൂളുകളും അതുപോലെ തന്നെ സപ്ലിമെൻ്റ് ആയിട്ടുള്ളതും കൊടുത്തു. പിന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, സ്കിൻ ഇഷ്യൂസൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുത്തു. അതൊക്കെ കൃത്യമായി കഴിച്ച് കറക്റ്റായിട്ട് വെള്ളവും എല്ലാം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താൻ ഒക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് ഇത് കാണുന്നത്. പലർക്കും പല ബോഡി ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും കൃത്യമായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ എല്ലാ മെഡിസിൻസും പ്യുവറാണ്, നാച്ചുറലാണ്. ആയുർവേദ പ്രിപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കൃത്യമായിട്ട് ഈ പറഞ്ഞ അതുപോലെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പെർഫെക്റ്റ് മെത്തേഡാണ്. ആ മെത്തേഡിലൂടെ തന്നെ പോവുക, കംപ്ലീറ്റ് അത് ക്യൂർ ആവും. ഓക്കെ, ശരി. ഇപ്പൊ വിശ്വാസമില്ലേ? അതെ അതെ അതെ. അല്ല, എന്തായാലും നമ്മള് നേരിട്ട് കാണുമ്പോ അത് നമുക്കൊരു വേറെ തന്നെ വിശ്വാസമാണല്ലോ. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ കൂടി കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് നേരിടുന്നുണ്ടാവും. അപ്പൊ നിങ്ങളും കൃത്യമായ സമയത്ത് അതിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള കഷണ്ടി അതുപോലുള്ള അസുഖങ്ങളിലേക്ക് പോവാതെ അത് മാറിക്കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കണ്ണൂരിൽ മട്ടന്നൂരാണ്. വിജയം മാസ്റ്റേഴ്സ് ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ദൂരം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരണം എന്നില്ല, ഓൺലൈൻ വഴിയും ചെയ്യാൻ ഓൺലൈൻ വഴി ചെയ്യാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിലും അല്ലേ? വിദേശത്തുള്ളവരൊക്കെ വരുന്ന ഡയറക്റ്റ് വരുന്നവരുണ്ട് വെക്കേഷൻ ടൈമിലൊക്കെ. അല്ലാതെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കാം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് ഉപകാരപ്പെടട്ടെ. അപ്പൊ താങ്ക് യു ഡോക്ടർ എന്തായാലും.